ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഒരു നല്ല ഒരു ചമ്മന്തിയാണ്. നമ്മളെ കേരളക്കാർക്കെല്ലാം ഒരു ചമ്മന്തികൾ കൂടെ കൂട്ടുമല്ലോ നമ്മളെല്ലാത്തിലും. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് അരിനെല്ലിക്കയുടെ ചമ്മന്തിയാണ്. അപ്പോൾ ഒത്തിരി പുളി കൂടാതിരിക്കാനാണ് ഞാൻ 4 എണ്ണം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി 2 എണ്ണം കൂടെ ഇടണമെങ്കിൽ ഇടാം. എൻ്റെ കുരു കളയാനുണ്ട്. തേങ്ങ, പച്ചമുളക്, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പച്ചയായിട്ട് നമുക്ക് കഴിക്കണത് നല്ലതല്ലേ. ചുമന്നുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ കരിവേപ്പില എടുക്കാം, അത് നമ്മളുടെ ഇഷ്ടം. അപ്പം ഇത്തിരി ഇഡ്ഡലിയാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് ഇത്തിരി എരിവും ഇതുമായിട്ടൊക്കെ പുളിയായിട്ടൊക്കെ ഇരുന്നെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇപ്പം ഇത് കാണിക്കുന്നത്. നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ബാക്കി ചമ്മന്തിയായിട്ട് വന്നേക്കാം ഫ്രണ്ട്സ്. താങ്ക് യു ഫ്രണ്ട്സ്. ചമ്മന്തി വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ പാകമായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ചമ്മന്തിയുടെ ടേസ്റ്റ് കൊണ്ടുവന്നാണ്. ഇഡ്ഡലിയും വളരെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെയും നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സന്തോഷം നിങ്ങളായിട്ട് ഇത് പങ്കിടാനായിട്ടുള്ളത് പറ്റിയതുകൊണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതുപോലത്തെ നെല്ലിക്കയൊക്കെ എങ്ങനെ ആ മരത്തിലുള്ളതെല്ലാം നമ്മൾ വീട്ടുമുറ്റത്തുള്ളതിന് ഡെയിലി നമ്മുടെ പാചകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതിന് ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. എനിക്കിതുപോലത്തെ വിഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ, നല്ല നാടൻ രുചിയോടുകൂടി സത്ത് കളയാതെ നിങ്ങൾക്ക് ഫാം ഫ്രഷായിട്ട് തന്നെ തരണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കിടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇനിയും നമുക്കിതുപോലെ ഒരുപാട് ഇടാനുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഹാപ്പി